നമസ്കാരം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് ആശ്വാസം നൽകാൻ ആയുർവേദം നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഒട്ടനവധി ഔഷധക്കൂട്ടുകളുണ്ട്. അത്തരത്തിൽ വളരെ ഫലപ്രദമായ ഒന്നാണ് കർപ്പൂരാതി തൈലം. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കർപ്പൂരമാണ് ഇതിലെ പ്രധാന ചേരുവ. എന്താണ് കർപ്പൂരാതി തൈലം, എന്തൊക്കെയാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് നോക്കാം. കർപ്പൂരാതി തൈലം കർപ്പൂരം പ്രധാന ചേരുവയായി ഉപയോഗിച്ച് ഔഷധ സസ്യങ്ങളുടെ സത്ത് എണ്ണയിൽ കാച്ചിയെടുക്കുന്ന ഒരു ആയുർവേദ തൈലമാണ്. ഇത് പ്രധാനമായും പുറമേ പുരട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട്. സന്ധിവേദന, പേശവേദന, നീര് എന്നിവയ്ക്ക് ഉടനടി ആശ്വാസം നൽകാൻ ഈ തൈലം സഹായിക്കും. ഇതിലെ പ്രധാന ചേരുവകൾ നോക്കാം. കർപ്പൂരം വേദന സംഹാരിയും വീക്കം കുറയ്ക്കുന്നതുമാണ്. കർപ്പൂരത്തിന് തണുപ്പിക്കുന്ന സ്വഭാവമാണെങ്കിലും തൈലത്തിൽ ചേരുമ്പോൾ ഒരുതരം ഊഷ്മളത നൽകാനും രക്തയോട്ടം കൂട്ടാനും സഹായിക്കുന്നു. പേശികൾക്ക് അയവ് നൽകാനും ഇത് സഹായിക്കും. വെളിച്ചെണ്ണ തൈലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന എണ്ണയാണിത്. ഔഷധ ഗുണങ്ങളെ ആഴത്തിലെത്തിക്കാൻ ഇത് സഹായിക്കുന്നു. ചുക്ക് വാതം, കഫം എന്നിവയെ ശമിപ്പിക്കുന്നു. വേദനയും നീരും കുറയ്ക്കാൻ ഇത് സഹായിക്കും. കുരുമുളക് ശരീരത്തിലെ ബ്ലോക്കുകൾ നീക്കാനും രക്തയോട്ടം കൂട്ടാനും സഹായിക്കുന്നു. തിപ്പലിയുടെ ചൂടുള്ള സ്വഭാവം വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. കർപ്പൂരാതി തൈലത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം. സന്ധിവേദനയ്ക്ക് വാദം, ആമവാദം തുടങ്ങിയ സന്ധിവേദനകൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. വേദനയുള്ള ഭാഗത്ത് തൈലം പുരട്ടി മസാജ് ചെയ്യുന്നത് ആശ്വാസം നൽകും. പേശിവേദന കുറയ്ക്കാൻ പേശിവലിവ്, പേശിയിലുണ്ടാകുന്ന പരിക്കുകൾ, അമിതമായ വ്യായാമം മൂലമുള്ള പേശിവേദന എന്നിവയ്ക്ക് കർപ്പൂരാതി തൈലം മികച്ചതാണ്. പേശികൾക്ക് അയവ് നൽകാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. നീര് കുറയ്ക്കാൻ വീക്കം, നീര് എന്നിവയുള്ള ഭാഗങ്ങളിൽ ഇത് പുരട്ടിയാൽ നീര് കുറയ്ക്കാൻ സഹായിക്കും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നെഞ്ചിലും പുറത്തും പുരട്ടുന്നത് ജലദോഷം, കഫക്കെട്ട്, നെഞ്ചിരിച്ചിൽ എന്നിവയ്ക്ക് നല്ലതാണ്. ഇതിലെ കർപ്പൂരം ശ്വസനനാളങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. തലവേദനയ്ക്ക് ടെൻഷൻ മൂലമുള്ള തലവേദനയ്ക്ക് നെറ്റിയിലും കഴുത്തിലും പുരട്ടുന്നത് ആശ്വാസം നൽകും. നാഡീ തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് പോലുള്ള അവസ്ഥകളിൽ ഇത് പുരട്ടുന്നത് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ആശ്വാസം നൽകും. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. കർപ്പൂരാതി തൈലം ഉപയോഗിക്കുന്നതിന് മുമ്പ് തൈലം ചെറുതായി ചൂടാക്കുന്നത് നല്ലതാണ്. ഇത് തൈലത്തിലെ ഔഷധ ഗുണങ്ങൾ ശരീരത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ സഹായിക്കും. വേദനയുള്ള ഭാഗത്ത് ആവശ്യത്തിന് തൈലം എടുത്ത് നന്നായി പുരട്ടി വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക. തൈലം പൂർണ്ണമായും ചർമ്മത്തിൽ ആഗിരണം ചെയ്യുന്നതുവരെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. വേദനയുടെ കാഠിന്യം അനുസരിച്ച് ദിവസത്തിൽ 2-3 തവണ ഇത് ഉപയോഗിക്കാം. കർപ്പൂരാതി തൈലം പുറമേ പുരട്ടാൻ മാത്രമുള്ളതാണ്. ഉള്ളിൽ കഴിക്കരുത്. മുറിവുകളിലോ പൊള്ളലേറ്റ ഭാഗത്തോ പുരട്ടുന്നത് ഒഴിവാക്കുക. ചർമ്മത്തിൽ അലർജിയോ അസ്വസ്ഥതകളോ തോന്നുന്നുണ്ടെങ്കിൽ ഉപയോഗം നിർത്തുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.